ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് വെളിയിലൊരു പാർട്ടി ഉണ്ട്. അത് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ റെഡിയായി. അപ്പം എല്ലാവരും റെഡി ആയിട്ട് കാറിൻ്റെ അടുത്ത് പോയി. എൻ്റെ മോന് മാത്രം ഇവിടെ ഫോണിൻ്റെ വയറ് തപ്പണ തിരക്കിലാണ്. കണ്ടല്ലോ, ഉള്ളതൊക്കെ വലിച്ചിട്ടിട്ടാണ് പോണത്. അങ്ങനെ അവനെ പറഞ്ഞയച്ച ശേഷം പിന്നെ ഞാനും വന്ന് കാറിൽ കയറി കേട്ടോ. ശരിക്കെന്ന് എനിക്ക് തീരെ വയ്യായിരുന്നു. എന്നും ഞാൻ ഹാപ്പി ആയിട്ടാണ് വെളിയിലിറങ്ങുക, പക്ഷെ ഇന്ന് തലവേദന കൊണ്ട് എനിക്ക് വെളിയിലിറങ്ങാൻ തീരെ വയ്യായിരുന്നു. ഓൾറെഡി ഞങ്ങൾ നേരം വൈകിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷത്തിലാണ് ഞാൻ ശരി വരാം എന്ന് പറഞ്ഞിട്ട് കയറിയിട്ടുള്ളത്. അപ്പം തന്നെ ഏകദേശം നേരം വൈകിട്ടുണ്ടായിരുന്നു. നേരെ നമ്മൾ പോയത് ലുലു മോളിലോട്ടാണ്. തീരെ സമയമില്ലാത്ത ഇടയിലാണ് കേട്ടോ നമ്മൾ ലുലു മോളിൽ കയറിയിട്ടുണ്ടായിരുന്നു കേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഒരു കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ടർ സ്കോച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അത് പേരെഴുതാൻ വേണ്ടിയിട്ട് നെയിമൊക്കെ എഴുതി കൊടുത്തു. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾക്ക് പേരൊക്കെ എഴുതിയിട്ട് സെറ്റാക്കി തരും കേട്ടോ. അതുവരെ ഞങ്ങൾ അവിടെ ബോക്സിൽ വെച്ചിട്ടുള്ള സ്വീറ്റൊക്കെ നോക്കി നിൽക്കുമായിരുന്നു. എന്തോരം സ്വീറ്റാണ്, അത് കണ്ടപ്പോൾ തന്നെ കഴിക്കാനുള്ള ആകെ മൂഡ് പോയിട്ടൊക്കെ. ഏതെങ്കിലും വാങ്ങണോ ചോദിച്ചാൽ ഒന്നും വാങ്ങാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് താഴെ എത്തിയിട്ടുണ്ട്. അതിന് ശേഷം എന്താ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കേക്കൊക്കെ ഇവർ എല്ലാം പാക്ക് അഴിച്ചിട്ട് റെഡിയായി പോയിട്ട് മുറിക്കണ ഒരു സെറ്റപ്പിലാണ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളാണ് ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നത്. ഒരു ബാക്കിൽ പതുക്കെ വരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതാ കേക്ക് വന്ന് കേക്ക് കട്ട് ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും സെറ്റായിട്ടും എത്താതിരുന്ന് ഞങ്ങൾ മാത്രമാണ്. അങ്ങനെ വേഗം തന്നെ കേക്ക് കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേണം ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും അത്യാവശ്യം നല്ല വിശപ്പുള്ള സമയമായിരുന്നു. മിസ്റ്റർ ആദിൽ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയുന്ന മുന്നേ തന്നെ ഓനെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ എല്ലാവരും കേക്ക് മാത്രം കൊടുക്കലായിട്ടോ. പിന്നെ ലാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൻ്റെ വീഡിയോസ് മാത്രം എടുക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോൾ മാത്രമാണ് കേട്ടോ ഞാൻ അപമാനം ഏറ്റുവാങ്ങിയിട്ടുള്ളത്. കാരണം എന്താണെന്നല്ലേ, എൻ്റെ വീഡിയോസിനാകെ 10-100 വ്യൂസേ ഉള്ളൂ പറഞ്ഞിട്ട് കളിയാക്കണത് ഇവ മാത്രമാണ് കേട്ടോ. അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കുറവാണ് പറഞ്ഞിട്ട് ഞാൻ എത്ര കാലം കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും സബ്സ്ക്രൈബേഴ്സെങ്കിലും എത്തിച്ചെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെ ആ പറഞ്ഞതൊക്കെ കുറച്ച് നേരം തർക്കിച്ചും കൊണ്ട് പിന്നെ നമുക്ക് ഫുഡാണല്ലോ മുഖ്യം, ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് തന്നെ ചിക്കൻ ലോലിപ്പപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് മോനാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവനിക്ക് നല്ലപോലെ വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൈഡിൽ മോളൊരു ലോലിപ്പപ്പ് ചോദിച്ചു, അതും കൊടുത്ത് അവൻ. അതിനുശേഷം ഞാൻ നോക്കണ സമയത്ത് ഇവരെല്ലാവരും വീണ്ടും മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്ത്. ഇനി മന്തി ഓർഡർ ചെയ്യില്ല പറഞ്ഞ ടീംസാണ് കേട്ടോ മൊത്തം മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലെന്താണ് വ്യത്യാസം ചോദിച്ചു പറഞ്ഞാൽ മേലൊരു ഗ്രീൻ കളറിൽ എന്തോ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അത് മാത്രമായിരുന്നു വ്യത്യാസം. ഫുഡ് നെഹദിൻ്റെ അത്ര പോരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മന്തി കഴിച്ച് മതിയായത് കൊണ്ട് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന പൊറാട്ടയും ബീഫ് കറിയായിരുന്നു കേട്ടോ. അതും വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അത് ട്രൈ ചെയ്തു കേട്ടോ. ഞാനും എനിക്ക് അതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരുടെ ഫുഡ് കഴിക്കലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് 7up അടിച്ചിട്ടോ. അതിന് ശേഷം എന്താ കേക്ക് കട്ട് ചെയ്ത കേക്ക് അവിടെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷമാണ് എല്ലാവരും മധുരം കഴിച്ചത്. അങ്ങനെ എല്ലാവരോടും ലാസ്റ്റ് യാത്രയും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.